ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പഴുത്ത നല്ല നാടൻ മാങ്ങ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് ഒരു മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഈ മാമ്പഴ പുളിശ്ശേരി ഉണ്ടെങ്കിൽ പിന്നെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേറെ ഒന്നും വേണമെന്നില്ല. ടേസ്റ്റി ആൻഡ് ഈസി ആയിട്ടുള്ള മാമ്പഴ പുളിശ്ശേരിയുടെ റെസിപ്പിയിലേക്ക് പോകാം. നന്നായി കഴുകി വൃത്തിയാക്കിയ മാങ്ങയുടെ പുറംതോല് നമുക്ക് കൈകൾ കൊണ്ട് തന്നെ ചീന്തിയെടുത്ത് മാറ്റാം. തോല് നീക്കം ചെയ്ത മാങ്ങ ഒരു മൺചട്ടിയിലേക്കിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 3/4 ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് നന്നായി കൈകൊണ്ട് കുഴച്ച് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും 1 കഷ്ണം ശർക്കരയും ചേർത്ത് നന്നായി തിളപ്പിച്ച് വേവിക്കുക. ഇടയ്ക്കൊന്ന് മാങ്ങയുടെ മുകൾ വശം തിരിച്ചിട്ട് കൊടുക്കാൻ മറക്കല്ലേ. മാങ്ങ വെന്ത് വരുമ്പോഴേക്കും നമുക്കിതിലേക്കുള്ള ഒരു അരപ്പ് തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാൻ 1 മുറി തേങ്ങ ചിരകിയതും അതിലേക്ക് 3/4 ടീസ്പൂൺ ചെറിയ ജീരകവും 2 പച്ചമുളകും 1-2 കുരുമുളകും 1 നുള്ളു മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. മാങ്ങയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായി ഇളക്കി ചേർത്ത് കൊടുക്കാം. ചെറുതായി തിള വന്നു തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. തൈര് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് കടുക് താളിച്ചൊഴിക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുകിട്ട് പൊട്ടിക്കാം. അതിനുശേഷം കറിവേപ്പിലയും വറ്റൽ മുളകും ചേർത്ത് കൊടുക്കാം. ഇനി ഈ താളിപ്പ് നമുക്ക് മാമ്പഴ പുളിശ്ശേരിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല സൂപ്പർ മാങ്ങ പുളിശ്ശേരി റെഡി. ആർക്കും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഈ റെസിപ്പി തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. ഇഷ്ടമായാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.